ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുക എന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും വലിയതായി ലോകത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൗതികമായ അനുഗ്രഹങ്ങളും നന്മകളുമെല്ലാം അതിനപ്പുറത്തേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെ ദൈവം മുമ്പാകെ പ്രസാദമുള്ളൊരു ജീവിതം നയിക്കാമെന്നുള്ളത് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ഒരു 5 കാര്യങ്ങൾ ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. വേദപുസ്തകത്തിൻ്റെ അകത്ത് തുടർച്ചയായ 5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 5 കാര്യങ്ങൾ പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തീർത്തും ദൈവവചന അടിസ്ഥാനത്തിലുള്ളതും അധിഷ്ഠിതവുമായിട്ടുള്ള മെസ്സേജാണ് ഈ ഒരു മെസ്സേജ്. ഞാൻ സാധാരണ പറയുന്നത് പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വചനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നതും ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുന്നതും. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേഗത്തിൽ ദൈവവചന സന്ദേശത്തിലേക്ക് പോകാം. ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ 5 കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. 10-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിറങ്ങിയ ഇസ്രായേൽ ജനത്തിൽ നല്ലൊരു പങ്കാളുകളിലും ദൈവം പ്രസാദിച്ചില്ല. അവർ ആത്മീക ആഹാരം തിന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചിട്ടും ദൈവപ്രസാദം അവരുടെ ജീവിതത്തിൻ്റെ അകത്തു നിന്ന് അകന്നുപോയി. നമ്മുടെ ജീവിതത്തിലും എല്ലാം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ധരിക്കുമ്പോഴും ദൈവപ്രസാദം ഇല്ലാതെ പോയാൽ എന്തായിത്തീരും നമ്മുടെ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ 5 കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തുദ്ധരിക്കുന്നത് അവർക്ക് സംഭവിച്ച പരാജയം നമുക്കുണ്ടാകരുത്. പരാജയത്തിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ ആവർത്തിക്കപ്പെടാതെ ദൈവിക കൂട്ടായ്മയിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോവുക. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ 5 കാര്യങ്ങളും ദീർഘമായിട്ട് സംസാരിക്കുവാനായിട്ട് എനിക്ക് കഴിയില്ല. അതിന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ അറിയിക്കുക. പിന്നീട് ഓരോ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തേത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അവരെ പോലെ നാം ദുർമോഹികൾ ആയിത്തീരരുത് എന്നുള്ളതാണ്. ദുർമോഹം എന്തായിരുന്നു? അവരുടെ ദുർമോഹം എന്ന് പറയുന്നത്, ദുർമോഹം എന്ന് പറയുന്നത് തൃപ്തിയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ചോദിക്കും, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നും പാടില്ലേ? ഒരിക്കലുമല്ല. നല്ല ആഗ്രഹങ്ങളെ ദൈവം മാനിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇന്നതാണെന്നുള്ളത് ദൈവസന്നിധിയിൽ തുറന്നു പറയാൻ തീർച്ചയായിട്ടും നമുക്ക് അവകാശമുണ്ട്. ന്യായമായ പരിഗണന ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതും ഇവിടെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ദുർമോഹികളായി തീർന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു അവരുടെ ദുർമോഹം എന്ന് പറയുന്നത്? അവർക്ക് മന്ന കൊടുത്തപ്പോൾ മന്നയിൽ തൃപ്തരാകാതെ ഇറച്ചി വേണമെന്ന് പറയുകയാണ്. ഇറച്ചി വേണമെന്നുള്ളതല്ല, അതിനുവേണ്ടിയുള്ള ആർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്യാർത്തി. എന്നിട്ട് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ ഇറച്ചിക്കലങ്ങളുടെ അരികിൽ ഇരുന്നിരുന്നു, ഞങ്ങൾ ഇന്നയൊക്കെ കഴിച്ചിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിച്ച ഇറച്ചിക്കലങ്ങളുടെ അടുത്ത് പോയിട്ട് ഇറച്ചി കഴുകിയ വെള്ളം പോലും അവർ കുടിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. അത്രയ്ക്ക് ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് അവർ അവിടെ ജീവിച്ചത്. പക്ഷേ തന്നതിൽ തൃപ്തിയാകാതെ വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പല സമയങ്ങളിലും തൃപ്തിയില്ലാത്ത ജീവിതം ദൈവപ്രസാദത്തെ നഷ്ടമാക്കും. ഞാൻ ചോദിക്കട്ടെ, കിട്ടാത്തതിനെ കുറിച്ചൊക്കെ ഓർത്ത് നമ്മൾ വിലപിക്കുമ്പോൾ കിട്ടിയ എത്രയോ കാര്യങ്ങൾ നമുക്ക് നന്ദി പറയാനായിട്ട് പറ്റും. അതിന് ദൈവസന്നിധി നമുക്ക് നന്ദി പറയാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കാം. കർത്താവേ, എത്രയോ കാര്യങ്ങളിൽ ദൈവം നടത്തി ഇല്ലേ? ദൈവം എന്തെങ്കിലുമൊക്കെ തരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നന്മയ്ക്കാണ്, തക്ക സമയത്ത് തരും. അപ്പോൾ അവരെ പോലെ നാമും ദുർമോഹികൾ ആയി തീരരുത് എന്നുള്ളതാണ്. രണ്ടാമത്തേത് വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു പാപത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് 7-ാമത്തെ വാക്യത്തിലാണ്. എന്താണ് സംഭവം എന്ന് പറയുന്നത്? ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് കേൾക്കണം. നമുക്കറിയാം, കാളക്കുട്ടിയെ ഉണ്ടാക്കി അഹറോന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ജനം യഹോവയ്ക്കൊരു ഉത്സവം എന്ന് പറയുന്ന ആരാധിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് പറ്റും.
നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇതിന് മുൻനിരയിൽ നിന്നതാരാണ്? ഒരാത്മീക നേതാവാണ്. രണ്ട്, ഇതിനിട്ട പേരെന്താണ്? യഹോവയുടെ ഉത്സവം എന്നുള്ള പേരിലാണ്. പുറപ്പാട് പുസ്തകം 32, 33 അധ്യായങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം യഹോവയുടെ ഉത്സവം എന്നുള്ള ഒരു പേരിൽ ആത്മീക നേതാവ് മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണ്. പക്ഷെ ആരാധന ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേ അല്ലായിരുന്നു. ദൈവത്തിൻ്റെ ആ ഒരു പ്രമാണങ്ങൾക്ക് എതിരായിരുന്നു. ഇന്നത്തെ കാലത്തും ഞാൻ വളരെ ശ്രദ്ധയോടെ നിങ്ങളോട് പറയാം, എല്ലാ ആരാധനയും ആരാധനയല്ല. എല്ലാ നേതാക്കന്മാരും ആത്മീയ നേതാക്കന്മാരല്ല. എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്? ഇവിടെയാണ് ദൈവ വചനത്തിൻ്റെ അകത്തെ പരിജ്ഞാനം നമ്മളെ സഹായിക്കുന്നത്. ഇന്നത്തെ കാലത്ത് വെറുതെ തുള്ളലും ചാട്ടവും ബഹളവും ആരാധന എന്നുള്ള പേരിൽ ആത്മീക ലോകത്ത് പോലും നമ്മൾ പലതും കാണുമ്പോൾ ഇതൊന്നും പലതും ദൈവികമല്ല. കാരണം ജനം തിന്നുവാനും കുടിക്കുവാനും കളിപ്പാനും ഒക്കെ ഇരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഒടുവിലേക്ക് പോകുമ്പോൾ തീർത്തും ദൈവിക വിശുദ്ധിയിൽ നിന്ന് അകന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. യഥാർത്ഥമായ ആരാധന, യഥാർത്ഥമായ ആത്മീക ജീവിതം ദൈവിക വിശുദ്ധിയിലേക്കും ദൈവഭയത്തിലേക്കും നമ്മളെ നടത്തുമ്പോൾ നോക്കുക, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് പറ്റും. ഒരുപാട് ആളുകൾ ദൈവവചനം അറിയാതെ അവിടെയും പോയി ഇവിടെയും പോയി കുറെ നാളുകൾ കഴിഞ്ഞ് ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്നതിന് പകരമായി ദൈവിക ന്യായവിധി ജീവിതത്തിൽ പ്രാപിച്ചവരായിട്ട്, അല്ലെങ്കിൽ ന്യായവിധി വാങ്ങി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പറ്റിയതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഞാൻ പറയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ട് ഒഴിവാക്കുക, മാറിയിരിക്കുക. അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മറ്റാത്മാവാണ്, ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവല്ല. രണ്ടാമത്തേതാണ് വിഗ്രഹാരാധന. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ് വിഗ്രഹാരാധന? കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് അത്യാഗ്രഹത്തെ വിഗ്രഹാരാധനയോട് ഉപമിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ദൈവപ്രസാദം നമ്മിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരസംഗം എന്ന് പറയുന്ന കാര്യമാണ്. ഇവിടെ എന്താണ് പരസംഗം? നമുക്കറിയാം, ജനം സിറ്റിമിൽ പാർക്കുമ്പോഴാണ് മോവാബി സ്ത്രീകളുമായി പരസംഗത്തിലേക്ക് ഏർപ്പെടുന്നത്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ വ്യഭിചാരം എന്നുള്ള പദത്തിനപ്പുറം പരസംഗം എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇത് യഥാർത്ഥമായി പറഞ്ഞാൽ ഒരു പൈശാചിക തന്ത്രമായിരുന്നു. പൈശാചിക തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനത്തിന്റെ വേർപാടും ജനത്തിന്റെ വിശുദ്ധിയും നഷ്ടപ്പെടുത്തി കളഞ്ഞ് അവരെ ശത്രുക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരു കുതന്ത്രം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബിലയാമാണ്. കാരണം മോവാബ്യ സ്ത്രീകളുമായി പരസംഗത്തിൽ ഏർപ്പെട്ട് ഇങ്ങനെ ബലികളൊക്കെ തിന്നാനും മറ്റു കാര്യങ്ങൾക്കായിട്ടൊക്കെ ജനത്തെ വശീകരിച്ചു കൊണ്ടുപോയി അവരുടെ വേർപാടും അവരുടെ വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയി. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ആത്മീക വേർപാടും ആത്മീക വിശുദ്ധിയും നഷ്ടപ്പെട്ടാൽ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ പോലെയായി തീരും. പിന്നീട് ഒരു തരത്തിലുമുള്ള ദൈവിക സംരക്ഷണം നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഉണ്ടാകത്തില്ല. അങ്ങനെ വീണുപോയ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത് പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിലുണ്ടോ ദൈവദാസനെ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പുതിയ നിയമത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പെർഗമോസ് സഭയോട് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അപ്പൊ ഇത് പഴയ നിയമത്തിലാണോ? അല്ല. പഴയ നിയമത്തിൽ മാത്രമല്ല, ഇത് പുതിയ നിയമത്തിലുമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ദൈവപ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടില്ല. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എല്ലാം എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാ ഈ കാണുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നും പോയി വെറുതെ തലവെച്ച് നമ്മുടെ വീടിൻ്റെ അകത്ത് ഇതൊന്നും കൊണ്ടുവന്ന് നമ്മുടെ കൃപയും വഴിയൊന്നും അടച്ചു കളയരുത്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, വളരെ കരുതലോടെ ജീവിക്കുക. മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് വാക്യം 9 കർത്താവിനെ പരീക്ഷിച്ചതുപോലെ നിങ്ങൾ പരീക്ഷിക്കരുത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതെല്ലാം പറയാനായിട്ട് പോകുന്നില്ല, കാരണം വളരെ ഷോർട്ടായി ഉള്ള സമയത്തിനുള്ളിലാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത്. കർത്താവിനെ പരീക്ഷിക്കുക എന്നുള്ള ഒരു പദമാണ് ടെസ്റ്റിംഗ് ദ ലോർഡ് എന്നുള്ളതാണ്. അവര് വഴിയിൽ ക്ഷീണിച്ചു പോയപ്പോൾ കർത്താവിനെ പരീക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നത്, അവിടെയും അവർ മന്നയുടെ വിലയെ കുറച്ച് കളഞ്ഞുകൊണ്ടാണ് കർത്താവിനെ പരീക്ഷിച്ചത്. അപ്പൊ പല സമയങ്ങളിലും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ അറിയാതെ പിറുപിറുപ്പും
പരീക്ഷകളുമൊക്കെ ഉണ്ടാകാനായിട്ടുണ്ട് സാധ്യതകളുണ്ട്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചപ്പോഴാണ്. അപ്പം ആത്മീകമായ ക്ഷീണവും ആത്മീകമായ മന്ദതകളുമൊക്കെ നമ്മെ അവിശ്വാസത്തിലേക്കും ദൈവത്തെ പരീക്ഷിക്കുന്നതിലേക്കും ഒക്കെ എത്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എബ്രായ ലേഖനത്തിൽ ഈ മന്ദതകൾ, ക്ഷീണം മാറ്റാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നമുക്കതിനെക്കുറിച്ച് ദൈവം അനുവദിക്കുന്നെങ്കിൽ എപ്പോഴെങ്കിലും ചിന്തിക്കാം. അടുത്തത് ഏറ്റവും ഒടുവിൽ പിറുപിറുപ്പ് എന്ന് പറയുന്ന ഒരു പാപമാണ്. 10-ാമത്തെ വാക്യമാണ്. 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. കർത്താവിനെതിരെ അവർ പിറുപിറുത്തു എന്നുള്ളതാണ്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കോരഹ്, ദാഥാം, അബീരാം ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പിറുപിറുപ്പിലാണ് ഈ ഒരു ഭാഗം ദൈവത്തിന് സ്തോത്രം പറയുന്നത്. നമുക്കറിയാം, ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇത് സംഭവിച്ചത്, ഒന്നിലധികം. കാരണം 10 പ്രാവശ്യം ദൈവത്തെ അവർ പരീക്ഷിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. 10 പ്രാവശ്യം. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ അവരെ കുറിച്ച് പറയുന്നു. അടുത്തത്, അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ സ്ഥിരതയില്ലായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള തിരുവചന സന്ദേശങ്ങളിലൂടെ, എന്നെ പോലെയുള്ള ദൈവദാസന്മാർ നൽകി തരുന്ന സന്ദേശങ്ങളിലൂടെ നമ്മൾ എത്തേണ്ടുന്ന ഒരു ലക്ഷ്യമുണ്ടല്ലേ? എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ മാത്രം സാധിക്കപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതല്ല. അതിനപ്പുറത്ത് നാം ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ വഴികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ഒരിക്കലും ലോകത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന, ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടോ പരിജ്ഞാനം കൊണ്ടോ നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ വഴിയെ മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തിന്റെ വഴിയെ മനസ്സിലാക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്, ദൈവവചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ പഴയ നിയമ ഇസ്രായേല് എങ്ങനെയാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വന്ന വീഴ്ചകൾ, എന്നീ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പിറുപിറുത്തു എന്നുള്ളതാണ്. പിറുപിറുത്തു ഒന്നല്ല, പല വേളകളിൽ അവർ പിറുപിറുത്തു എന്നുള്ളതാണ്. ദൈവം വെച്ച വ്യവസ്ഥിതിക്കെതിരായി, ദൈവത്തിന്റെ ആലോചനകൾക്കെതിരായി, ദൈവപ്രവർത്തികൾക്കെതിരായി, ദൈവം ചെയ്ത കാര്യങ്ങൾക്കെതിരായി അവർ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പിറുപിറുത്തു. പല സമയങ്ങളിലും നമ്മുടെ നാവ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നതാണ്. അതുകൊണ്ട് ഈ 5-ാമത്തെ കാര്യത്തിലേക്കും ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തു. 5 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒരിക്കൽ കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൂടുതലായി താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. 1, അവർ ദുർമോഹികളായി. 2, അവർ വിഗ്രഹാരാധികളായി. 3, അവർ കർത്താവിനെ പരീക്ഷിച്ചു. 4, പിറുപിറുത്തു. അടുത്തത്, പരസംഗത്തിൽ ഏർപ്പെട്ടു. ഈ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഈ ചിന്തിച്ച കാര്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കി വളരെ ശ്രദ്ധയോടെ ഞങ്ങളുടെ ആത്മീയ ജീവിതം നയിപ്പാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. മാറാനാഥ.